ഹാപ്പി ന്യൂ ഇയർ. സമയം രാവിലെ 9:15 ആയി. ഇന്ന് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ വസ്തുവിൻ്റെ പ്രമാണ എഴുത്താണ് ഇന്ന്. അച്ഛനും അമ്മയും രാവിലെ തന്നെ കുഞ്ഞാറ്റനെ സ്കൂളിലാക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാനും കുഞ്ഞാർച്ചയും ലക്കിമോനും കൂടി ഓട്ടോയിൽ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. ആധാര എഴുത്ത് ഓഫീസ് നമുക്ക് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഓട്ടോയ്ക്ക് ഒരു 2 മിനിറ്റ് പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സബ് രജിസ്ട്രാറായിട്ടിരുന്ന റിട്ടയർഡായ അയ്യപ്പൻപിള്ള സാറിൻ്റെ ഓഫീസാണിത്. അപ്പം അവിടെയോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നിറങ്ങി ഇമ്പീരിയൽ ബേക്കറിയുടെ സൈഡിൽ കൂടെ താഴ്ത്തു കിടക്കുന്ന ഭാഗം, അതായത് നമുക്ക് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ തൂക്കുകാലത്തിൻ്റെ താഴ്ഭാഗമായിട്ട് നമുക്ക് തോന്നും. ഇതാണോ സാറ്? അപ്പം ആൻറ്റി അങ്കിളും എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴറിയുന്ന അവന്തിക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞാച്ചി ഇന്നലത്തെ മെസ്സേജ് നോക്കാൻ വിട്ടുപോയതാണ് കാര്യം. അപ്പം നമ്മളിവിടുന്ന് സൈനൊക്കെ ചെയ്യുക വേഗത്തിൽ. എല്ലാം ഹരിബറിയുന്നായിരുന്നു ഇന്നത്തെ കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് SBIയുടെ ടൗൺ ബ്രാഞ്ചിലൂടെ പോകണം. കുറച്ച് ക്യാഷ് ആൻറ്റിക്ക് സെറ്റിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതെടുക്കാനൊക്കെ പോകണം. അപ്പം ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ വ്യൂ കേട്ടോ. നമ്മുടെ ഈ ആധാര എഴുത്ത് ഓഫീസിൽ നിൽക്കുമ്പം ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നത്. തൂക്കുപാലത്തിന് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും കേട്ടോ. അപ്പം ഇവിടുന്ന് അച്ഛൻ്റെയും കുഞ്ഞാച്ചയുടെയും കയ്യിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും അമ്മയും കൂടെയാണ് ബാങ്കിലോട്ട് പോകുന്നത്. അപ്പം ബാങ്കിലെത്തി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വേഗം ചെയ്യണം. 11 മണിയാകുമ്പോഴേക്ക് നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് എല്ലാം എടുത്ത് ആൻറ്റിക്ക് സെറ്റിൽ ചെയ്തിട്ട് വേണം സബ് രജിസ്ട്രാർ ഓഫീസിലോട്ട് പോകാൻ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓഫീസിലോട്ട് എത്തുവാണ്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് സബ് രജിസ്ട്രാർ ഓഫീസുള്ളത്. ഞങ്ങളെല്ലാവരുമായിട്ട് ആദ്യം മേളിൽ കയറി വന്ന് നിന്നത്. പക്ഷേ ഈ കൊച്ചുങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടം. ലക്കിയാണെങ്കിൽ പിടിച്ച് നിർത്താനേ പറ്റത്തില്ല. അങ്ങനെ അച്ഛൻ അവനെയും കൊണ്ട് ഓഫീസിൻ്റെ താഴെ ഇറങ്ങി നിന്ന് അവനെ കളിപ്പിച്ചുകൊണ്ട് കിടക്കുക. അവന് SBIയിൽ നിന്ന് കൊടുത്തതായിട്ടോ ആ ബലൂണ്. അപ്പോൾ അതൊക്കെ പിടിച്ച് അവിടെയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അച്ഛന് വേറെ ഒരു അത്യാവശ്യം കൊണ്ടുകൊണ്ട് അച്ഛൻ തിരിച്ചു പോയി. അച്ഛന് വിശപ്പായിട്ടില്ലായിരുന്നു കേട്ടോ. 11:45 സമയമായിട്ടുള്ളായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ പുന്നൂർ കൈമാസിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ലക്കിയാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അവൻ അപ്പം കൊടുത്തപ്പോൾ വേണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമാസിലാണ് വരുന്നത്. ഇവിടുത്തെ ബിരിയാണിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മളെല്ലാവരുമായിട്ടിരുന്ന് എനിക്ക് ഒരു ബീഫ് ബിരിയാണിയും അമ്മയ്ക്കും കുഞ്ഞാച്ചയ്ക്കും ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത്, പിന്നെ കുടിക്കാനായിട്ട് മിൻറ്റ് ലൈമും അത്രേ നമ്മൾ ഓർഡർ ചെയ്തോളൂ. കാരണം വിശപ്പൊന്നും ശരിക്കും പറഞ്ഞാൽ ആയിട്ടില്ല. പിന്നെ അമ്മ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അപ്പം പിന്നെ അച്ഛനും കൂടെ ഒരു ബീഫ് ബിരിയാണി പാർസൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നത്. അപ്പം ഫുഡൊക്കെ നല്ലതായിരുന്നു. ലക്കിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അതായത് ഒരു 2-3 ടേബിൾ സ്പൂണിക്കുള്ളിൽ കഴിച്ചിട്ടുണ്ട് അവൻ. പിന്നെ പപ്പടമൊക്കെ കടിച്ച് പിടിച്ച് ഇടയ്ക്ക് ഇരുന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഭയങ്കര അലമ്പാക്കും. ഇപ്പോൾ വിശപ്പുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു മൂഡിലായിരുന്നു. അവൻ സാധാരണ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ടേബിളില്ല, അതിനകത്തിരുന്ന് കഴിക്കും. അതിനകത്ത് ഇരിക്കാൻ ഇപ്പം പാടാം, നേരത്തെ ഇരുന്ന് കഴിച്ചോളുമായിരുന്നു. പക്ഷെ പുറത്തെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാൽ അതിനകത്ത് ഇരിക്കില്ല, അവൻ ഭയങ്കര ബഹളമാണ്. അപ്പം സാധാരണ ഇന്ന് ഞങ്ങളെ കഴിക്കാൻ സമയത്ത് ഇറങ്ങി ഇങ്ങനെ ഓട്ടമാണ്. ഇന്ന് വിശപ്പുള്ളതുകൊണ്ട് അടങ്ങി ഇരുന്ന് കഴിച്ച്. പിന്നെ ഇവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് പ്രത്യേക കാര്യങ്ങളൊന്നും വേറെ ഇല്ല. നല്ല വെയിലാണ് പുറത്ത്. അപ്പോഴത്തേക്ക് സമയം ഒരു 12:15 ആയല്ലോ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ നേരെ വേഗം വീട്ടിൽ പോയി. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.